കേരളത്തിലെ മതകലാലയങ്ങളിലെ അറിയപ്പെട്ട ഒരു കലാലയമാണ് സിറാജുൽ ഹുദ. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി പ്രദേശത്ത് കുറ്റ്യാടി ടൗണിലാണ് സിറാജുൽ ഹുദ. ഞാൻ സിറാജുൽ ഹുദയിൽ പഠനം ആരംഭിക്കുന്നത് 1997 സിറാജുൽ ഹുദയുടെ പ്രധാന ശില്പിയും അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ സാരഥിയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ഉസ്താദിൻ്റെ ജീവിതം എൻ്റെ പഠന കാലയളവിൽ ഏറെ സ്വാധീനിച്ചു എന്നത് വലിയൊരു വസ്തുതയാണ്. സിറാജുൽ ഹുദ പഠന കാലയളവ് അത് എൻ്റെ മറക്കാനാകാത്ത ഒരു അനുഗ്രഹമാണ്. 1997 സിറാജുൽ ഹുദയിൽ ഞാൻ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പഠന മേഖലയോട് എനിക്ക് ചെറിയ ഒരു പ്രയാസവും ഈ പഠന മേഖലയോട് ചെറിയൊരു താല്പര്യക്കുറവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള പഠന കാലയളവ് എന്നിൽ ഏൽപ്പിച്ച ചെറിയ ചില പരുക്കുകൾ, ആ പരുക്കുകൾ എനിക്ക് പൊതുവെ ഈ പഠന സംവിധാനങ്ങളോടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സിറാജുൽ ഹുദയിൽ വന്നപ്പോൾ ക്രമേണ അത് കുറഞ്ഞു വന്നു. ആസ്വദിച്ച് പഠിക്കാനും അതുപോലെ കാര്യക്ഷമമായ പ്രവർത്തനക്ഷമമായ പഠന രീതികൾ സിറാജുൽ ഹുദയുടെ ഒരു നല്ല മുഖമുദ്രയായിരുന്നു. അവിടെയുള്ള പ്രധാന ഉസ്താദുമാർ അഥവാ മുത്തലി ഉസ്താദ്, ഇബ്രാഹിം ഉസ്താദ്, അലി സഖാഫി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി നിരവധി ഉസ്താദുമാർ അവിടെ നല്ല രീതിയിൽ നമുക്ക് അധ്യാപനം നടത്താനും നമ്മെ നയിക്കാനും ഉണ്ടായിരുന്നു. പഠന രീതികൾ എപ്പോഴും പ്രവർത്തനക്ഷമമായിരുന്നു. നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. കുത്തുബുഖാനയിൽ പോവുക, കിതാബുകൾ ഉപയോഗിക്കുക, അത് പാഠ്യവിഷയമാക്കുക എന്നത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വിഷയമായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സഹപാഠികൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുക, പരസ്പരം ഗുരുനാഥന്മാരും ശിഷ്യന്മാരുമാകുക എന്നത് വളരെ ആസ്വാദനപൂർവം ഏറ്റെടുത്ത ഒരു പഠന രീതിയായിരുന്നു. എന്നു മാത്രമല്ല, സേവന മനസ്സ്. ഞാൻ അവിടെ വരുന്ന ആ കാലയളവിൽ ആവശ്യമായ പൊതുപ്രവർത്തനങ്ങളും പൊതുവായ പ്രവർത്തന രീതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും അത്തരം സംഗതികളിൽ പഠന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതെ ഇടപെടുക എന്നത് ഒരു ഹരമായിരുന്നു, ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. അതിന് ബഹുമാന്യരായ ഉസ്താദ് തന്നെ പലപ്പോഴും മുന്നിലും ഉണ്ടാകുമായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി നിലനിന്ന ഒരു സന്നദ്ധതയായി മാറിയിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിലും എവിടെയും ഏത് ത്യാഗങ്ങൾക്കും സന്നദ്ധമാണ് എന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് തോന്നാറുണ്ട്. പഠന രീതികൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ആസ്വദിച്ച് പഠിക്കുക, അന്വേഷണാത്മകമായി പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക, അങ്ങനെ ധാരാളമായി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി എന്നും ശ്രദ്ധേയമായിരുന്നു. പരസ്പരം പഠിപ്പിക്കുന്ന രീതി വളരെയേറെ പ്രശസ്തമായിരുന്നു. പല ദർസുകളിൽ നിന്നും വന്ന, പല മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ദീർഘകാലം പഠിച്ചതിന് ശേഷം വന്ന പല സഹപാഠികളും പലപ്പോഴും പറയാറുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. മറ്റെവിടത്തേക്കാളും ഹൃദ്യമായി ആസ്വദിച്ച് പഠിക്കുന്ന ഒരു രീതി അനുഭവിക്കാറുണ്ട് എന്ന് പല സഹപാഠികളും പറയുന്നത് ഞാൻ ഓർക്കാറുണ്ട്. ഇവിടെ പഠനം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കുകയും അതിനുവേണ്ടി പരമാവധി അവർ അതിൻ്റെ എക്സ്പ്ലോറിങ്, അതിൻ്റെ വിശാലത അത് വിശാലമാക്കുക എന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. എടുത്തു പറയത്തക്ക ഒരു പോയിന്റ് ആയിരുന്നു. മറ്റൊന്ന്, ഇപ്പൊ നാട്ടിലൊക്കെ പോയാൽ തിരിച്ചു വരുന്ന സമയം ഞാൻ ഓർക്കാറുണ്ട്. ബഹുമാന്യരായ പേരോട് ഉസ്താദിന്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുടെ സന്തോഷം, ആ സന്തോഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയമായിരുന്നു. അവരുടെ സന്തോഷമാണ് കൃത്യത പാലിക്കുക. ആ ഒറ്റ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികളും കൃത്യത പുലർത്തുന്നവരായിരുന്നു, പങ്ക്ച്വാലിറ്റി പുലർത്തുന്നവരായിരുന്നു. അത് ആരാധനയിൽ കാണാം, പഠന വിഷയങ്ങളിൽ കാണാം, ക്ലാസ്സുകളിൽ ഇത് കാണാം. അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും എത്രമാത്രം ഒരാൾ ആക്റ്റീവാണോ അത്രയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം ഗുരുനാഥന്മാരിൽ, ഉസ്താദുമാരിൽ വളരെയേറെ എടുത്തു പറയത്തക്ക കാണാമായിരുന്നു. ഓരോ കുട്ടിയുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പിന്തുണക്കുക, അത് ഉസ്താദുമാരുടെ ഒരു പ്രധാന ഇഷ്ടവിഷയമായിരുന്നു. സമാജങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായി സമാജങ്ങൾ നടക്കുമ്പോഴൊക്കെ അതൊരു ഹൃദ്യ വിഷയമായിരുന്നു, അതൊരു ആഘോഷമായിരുന്നു. സമാജങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം ഓരോരോ ആളും ഓരോ കഴിവുള്ളവരെയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും
പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നല്ല രീതികൾ, എഴുത്തിൽ കഴിവുള്ളവർക്ക് കഴിയെഴുത്ത് മാസിക, അങ്ങനെ തുടങ്ങി ഹൃദ്യമായിരുന്നു പഠന കാലയളവ്. പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് 2005 കാലയളവിലാണ്. ഓരോ ഘട്ടങ്ങളിലും സ്ഥാപനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു വരുന്നുണ്ട്. ഞാൻ ആദ്യം വരുന്ന സമയത്ത് അലക്കുന്നത് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അലക്കിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അന്നത്തെ അസൗകര്യങ്ങൾ ഇന്നും ഒരു ധന്യമായ നിമിഷമായിട്ടാണ് തോന്നാറുള്ളത്. അഥവാ ആ അസൗകര്യങ്ങൾ ഒരിക്കലും പ്രയാസമായി തോന്നിയിട്ടില്ല. ആ അസൗകര്യങ്ങളെല്ലാം അതൊരു ഏറ്റെടുത്ത ദൗത്യമായി, നമ്മൾ ആസ്വദിച്ച് അംഗീകരിക്കുന്ന ഒരു ആസ്വാദ്യ വിഷയമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ സിറാജുൽ ഹുദ അത് നമ്മളെ നിർമ്മിച്ചു, അല്ലെങ്കിൽ നമ്മളെ വളർത്തി. അങ്ങനെ വളർത്തിയ ആ സ്ഥാപന സമുച്ചയം ഇന്ന് കേരളത്തിലെ മുൻനിര സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് സിറാജുൽ ഹുദ. സിറാജുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാൻ പോവുകയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ സഹപാഠികളെല്ലാം സംഗമിക്കുമ്പോൾ ഒന്നിച്ച് സംഗമിക്കുക എന്നത് ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് ഈ സ്ഥാപനം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്ഥാപനങ്ങളെയെല്ലാം മനസ്സിലാക്കാനും അതിനെ വളർത്താനും അതിലേക്കെല്ലാം പരസ്പരം പ്രൊമോഷൻ നടത്താനുമൊക്കെ കഴിയണം. അതിന് ഈ അവസരം ഒരു ചിന്തനീയമായ നിമിഷമാകട്ടെ എന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. സഹപാഠികളോട് പറയാനുള്ളത്, നമുക്ക് സ്ഥാപനത്തിന് വേണ്ടി ചെയ്യാകുന്ന നമ്മുടെ ഈ കഴികൾ ചേർത്ത് പിടിച്ച് ആ സ്ഥാപനത്തെ പിന്താങ്ങുന്നത് അതൊരു സൗഹൃദമാണ്, അതൊരു സുഹൃതമാണ്.